ഹലോ, തൊഴിൽ അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതാ ഒരു സുവർണ അവസരം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹോം അപ്ലയൻസ് ശൃംഖലയായ ഗോപു നന്ദലത്ത് ജിമാർട്ടിൽ 1000-ൽ പരം തൊഴിലവസരങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാളെ, അതായത് ജൂൺ 21 തീയതി തൃശ്ശൂരിലെ ഹോട്ടൽ ലൂസിയ പാലസ് മാരാർ റോഡിലുള്ള തൃശ്ശൂർ ജില്ലയിലെ മാരാർ റോഡിലുള്ള ഹോട്ടൽ ലൂസിയ പാലസിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. രാവിലെ 9:30 മുതൽ 3 മണി വരെയാണ് ഇൻ്റർവ്യൂ. അതായത് ഹോം അപ്ലയൻസ് രംഗത്ത് അല്ലെങ്കിൽ റീറ്റെയിൽ രംഗത്ത് അല്ലെങ്കിൽ സെയിൽസ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കാരണം എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങളാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എറൗണ്ട് ഒരു 25ഓളം പോസ്റ്റുകളിലായിട്ട് 1000-ൽ പരം ഉദ്യോഗാർത്ഥികളെയാണ് ഗോപു നന്ദലത്ത് ജിമാർട്ടിന് ആവശ്യമായി വന്നിരിക്കുന്നത്. കേരളത്തിലുടനീളം അവർക്ക് ബ്രാഞ്ചുകളുണ്ട്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പല മേഖലയിലും ഗോപു നന്ദലത്ത് ജിമാർട്ടിൻ്റെ ഷോറൂമുകൾ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവരുടെ വേക്കൻസികൾ ഏതൊക്കെയാണ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അവർ ആദ്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഏതാണ്? റീജിയണൽ ബിസിനസ് മാനേജർ എന്ന് പറയുന്ന വേക്കൻസിയാണ്. 50 പേരെയാണ് ആ ഒരൊറ്റ പോസ്റ്റിലേക്ക് മാത്രമായി ആവശ്യമുള്ളത്. റീജിയണൽ ബിസിനസ് മാനേജർ 50 വേക്കൻസി. എന്താണ് പറയുന്ന ക്വാളിഫിക്കേഷൻ? MBA ആണ്. സെയിം, അതായത് റീജിയണൽ ബിസിനസ് മാനേജറായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഹോം അപ്ലയൻസ് മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം, ഹോം അപ്ലയൻസ് മേഖലയിൽ മാനേജറായി വർക്ക് ചെയ്തിട്ടുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളെയാണ് നോക്കുന്നത്. ഒപ്പം അവർക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഹോം അപ്ലയൻസ് രംഗത്ത് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. ഓക്കെ, അതായത് റീറ്റെയിൽ മേഖലയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവർ പരിഗണിക്കുന്നതാണ്. പക്ഷേ മുൻഗണന ഹോം അപ്ലയൻസ് മേഖലയിലുള്ളവർക്കാണ്. പ്രായം 40 വയസ്സിന് താഴെയാണ്. സാലറി 75,000 രൂപയാണ്. ഓക്കെ, രണ്ടാമത്തെ വേക്കൻസി ബ്രാഞ്ച് ഓപ്പറേഷൻ മാനേജറാണ്. 60 വേക്കൻസി ഉണ്ട്. MBA ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. 5 വർഷം സമാന മേഖല, അതായത് ഹോം അപ്ലയൻസ് മേഖലയിലോ റീറ്റെയിൽ മേഖലയിലോ സെയിൽസ് മേഖലയിലോ ബ്രാഞ്ച് ഓപ്പറേഷൻ മാനേജറായി 5 വർഷം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 60,000 രൂപ വരെ സാലറിയോട് കൂടിയാണ് ഇവരിവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 60 പേരെയാണ് ആവശ്യം, 1-2 അല്ല, 60 പേരെയാണ് ഈ സാലറിക്ക് അവർക്ക് ആളെ ആവശ്യമുള്ളത്. ഓക്കെ, അതായത് ഹോം അപ്ലയൻസ് മേഖലയിൽ മാത്രം എന്നുള്ളതല്ല, ഏതൊരു റീറ്റെയിൽ മേഖലയിലോ അല്ലെങ്കിൽ സെയിൽസ് മേഖലയിലോ സെയിൽസുമായി ബന്ധപ്പെട്ട ടീമിനെ ഹാൻഡിൽ ചെയ്ത് അല്ലെങ്കിൽ മാനേജിങ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ആവശ്യമായി വന്നിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത് പറഞ്ഞിരിക്കുന്ന വേക്കൻസി എന്ന് ബ്രാഞ്ച് ഫ്ലോർ മാനേജേഴ്സാണ്. ഓപ്പറേഷൻ ഹെഡ്, അതായത് ബ്രാഞ്ച് ഫ്ലോർ ഓപ്പറേഷൻ ഹെഡ്, ഓരോ ഫ്ലോറിലും ഓരോ ഓപ്പറേഷൻസ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജേഴ്സ് ഉണ്ടാവും. അതുമാത്രം 100 പേരെ ആവശ്യമുണ്ട്. ഓക്കെ, അതും MBA അല്ലെങ്കിൽ ഇനി ബിരുദമാണ്, അതായത് ഏതെങ്കിലും ഡിഗ്രിയോ അല്ലെങ്കിൽ MBA ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഹോം അപ്ലയൻസ് രംഗത്ത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ഇവിടെ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഹോം അപ്ലയൻസ് രംഗത്ത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം, സെയിൽസ് ടീമിനെ നയിക്കാനുള്ള കഴിവ്. ഓക്കെ, പ്രായം 40 വയസ്സിന് താഴെ, സാലറി 50,000 രൂപ വരെ സാലറി ഉണ്ട്. അപ്പോൾ ഒരു 5 വർഷമെങ്കിലും റീറ്റെയിൽ മേഖല അല്ലെങ്കിൽ ഹോം അപ്ലയൻസ് മേഖലയിൽ, ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഹോം അപ്ലയൻസ് എന്നുള്ളതായതുകൊണ്ട് നമുക്ക് ആ മേഖലയിൽ പരിചയമുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ആവശ്യം. സാലറി 50,000 വരെയാണ് പറയുന്നത്. ഓക്കെ, നാലാമത്തെ വേക്കൻസി സെയിൽസ് ഓപ്പറേഷൻസ് അസോസിയേറ്റ് ആണ്. 50 പേരെയാണ്. ആകർഷണമായ വ്യക്തിത്വവും നല്ല വാക്ചാതുര്യവും ഉണ്ടായിരിക്കണം. സമാന മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായം 35 വയസ്സിൽ താഴെയാണ് പറയുമ്പോൾ 18-നും 35 വയസ്സിനും ഇടയ്ക്കുള്ളത്. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് പറയുമ്പോൾ 20 വയസ്സ്. അപ്പോൾ 20 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ആവശ്യം. സാലറി 35,000 രൂപ വരെ സാലറിയും പറയുന്നുണ്ട്. ഇവിടെ ഹോം അപ്ലയൻസ് പ്രത്യേകം കൊടുത്തിട്ടില്ല. സമാന മേഖലയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ മേഖലയിൽ, സെയിൽസ് മേഖലയിൽ അല്ലെങ്കിൽ ഷോറൂമുകളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഇവിടെ ആവശ്യമായി വന്നിരിക്കുന്നത്. ഓക്കെ, അഞ്ചാമത്തെ വേക്കൻസി പ്രൊഡക്റ്റ് അഡ്വൈസറാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ, അതായത് നന്ദലത്ത് ജിമാർട്ടിൻ്റെ ഓരോ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പല കമ്പനികളുടെ ബ്രാൻഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റും കസ്റ്റമറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ പ്രൊഡക്റ്റ് അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത്. അത് 50 പേരെയാണ് ആവശ്യം. ആകർഷകമായ വ്യക്തി, അതായത് കണ്ടാൽ നല്ല ഒരു ചുറുചുറുപ്പുള്ള അല്ലെങ്കിൽ നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഉദ്യോഗാർത്ഥി, അതായത് മുഖത്തൊരു പുഞ്ചിരി, അതായത് കളറല്ല ഉദ്ദേശിക്കുന്നത്, കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല, കാണാൻ
എന്താ പറയുക, നല്ല ഐശ്വര്യമുള്ള അല്ലെങ്കിൽ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ആളുകൾ എന്നുള്ളതാണ് ഈ എന്താ പറയുക ആകർഷണമായ വ്യക്തിത്വം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കണം, നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കണം, ഗൃഹോപകരണ രംഗത്ത്, അതായത് ആ ഒരു മേഖലയിൽ, ഹോം അപ്ലയൻസ് മേഖലയിൽ മുൻപരിചയം അഭികാമ്യം, അതായത് ആ ഒരു മേഖലയിൽ അവർ പറയുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ, ഗൃഹോപകരണ വിപണന രംഗത്തെ മുൻപരിചയമാണ് അഭികാമ്യം. ഓക്കെ, പ്രായം 35 വയസ്സിന് താഴെയാണ്, സാലറി 35,000 രൂപ വരെ സാലറിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, 6ാമത്തെ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് സീനിയർ അക്കൗണ്ടൻ്റാണ്. 50 പേരെയാണ് അക്കൗണ്ട്സ്, എല്ലാവരും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അക്കൗണ്ട്സ് മേഖലയിൽ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സുവർണ്ണ അവസരമാണ്. കാരണം അക്കൗണ്ട്സ് ഒരു സ്ഥാപനത്തിൽ തന്നെ 50 അക്കൗണ്ടൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വളരെ ചുരുക്കം കമ്പനികൾ മാത്രമാണ് 50 വേക്കൻസികളൊക്കെ വരാറുള്ളത്. സാധാരണ 1 2 മാക്സിമം ഒരു 10 വേക്കൻസിയൊക്കെയാണ് സാധാരണ കേരളത്തിലെ ഒരു സ്ഥാപനത്തിൽ വരാറുള്ളത്. ഇവിടെ 50 പേരെയാണ് സീനിയർ അക്കൗണ്ടന്റ്മാരെ മാത്രം ആവശ്യമായി വന്നിരിക്കുന്നത്. സാലറി 50,000 രൂപ വരെ പറയുന്നുണ്ട്. CA ഇൻ്റർ അല്ലെങ്കിൽ MCOM BCOM SAP B1 പരിജ്ഞാനം, അതായത് ഒന്നല്ലെങ്കിൽ CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ ആളുകൾ, അതിൻ്റെ കൂടെ SAP കൂടി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ MCOM അല്ലെങ്കിൽ BCOM. ഇത് ഈ 3 ക്വാളിഫിക്കേഷൻ, ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനും അതിൻ്റെ കൂടെ SAP B1 പരിജ്ഞാനവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പരിചയവും, പ്രായം 35 വയസ്സ് താഴെ, സാലറി 50,000 രൂപ വരെയാണ് പറയുന്നത്. അപ്പോൾ CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ ഫസ്റ്റ് പരിഗണന. ഓക്കെ, ബാക്കിയുള്ള 2 ക്വാളിഫിക്കേഷൻ വിത്ത് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂ ബേസ് ചെയ്തിട്ടോ ആയിരിക്കും അവർ എടുക്കുന്നുണ്ടാവുക. നമ്മൾ MCOM കഴിഞ്ഞു, BCOM കഴിഞ്ഞു, SAP B1 ഉണ്ട്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ട് എന്ന് പറഞ്ഞും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ കിട്ടണം എന്നില്ല. കാരണം ഫസ്റ്റ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് CA ഇൻ്റർമീഡിയറ്റിന് തന്നെയാണ്. പ്ലസ് സാലറി 50,000 രൂപ വരെ സാലറിയും അവർ കൊടുക്കുന്നു. ഓക്കെ, പിന്നീട് വന്നിരിക്കുന്ന വേക്കൻസി ഏതാണ്? ബ്രാഞ്ച് അക്കൗണ്ടൻ്റാണ്. 50 വേക്കൻസിയാണ് ബ്രാഞ്ച് അക്കൗണ്ട്സിന് പറഞ്ഞിരിക്കുന്നത്. അതിന് ക്വാളിഫിക്കേഷൻ MCOM BCOM, അതിൻ്റെ കൂടെ SAP B1 പരിജ്ഞാനവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായം 35 വയസ്സിന് താഴെ, ശമ്പളം വന്നിരിക്കുന്നത് 40,000 രൂപ വരെ ശമ്പളവും കൊടുക്കുന്നു. അപ്പോൾ അക്കൗണ്ട്സ് മേഖലയിൽ ജോബ് നോക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് തന്നെ ഇവിടെ ഒരുപാട് അവസരമാണ്. എത്രയാണ്? 50 സീനിയർ അക്കൗണ്ടൻറ്റിനെയും ബ്രാഞ്ച് അക്കൗണ്ടൻറ്റിന് 50 വേക്കൻസിയും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നീട് അടുത്ത വേക്കൻസി ഏതാണ്? കസ്റ്റമർ റിലേഷൻസ് മാനേജർ. അതും 50 പേരെയാണ് ആവശ്യം. നോക്കി, എല്ലാ പോസ്റ്റുകളിൽ 50 കൂടുതൽ ആളുകളെ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു അവസരം ആരും കാണാതെ പോകരുത്. ഏറ്റവും നല്ല സാലറി തന്നെ കേരളത്തെ സംബന്ധിച്ചൊരു 25,000 രൂപയ്ക്ക് മുകളിൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സാലറിയാണ്. നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന സാലറിയാണ് 25 ആൻഡ് എബോവ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ബേസാണ് സാലറി പറയുന്നത്. 40, 50, 30, 60, 80 ഒക്കെ ഒരു സാലറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല സാലറി, ഏറ്റവും നല്ല പോസ്റ്റ്. സാധാരണ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും പറയും സെയിൽസ് പോസ്റ്റാണ് എന്നുള്ളതാണ്. ഇവിടെ സെയിൽസ് മാത്രമല്ല, എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങളുണ്ട്. അപ്പോൾ അത് കാണാതെ പോകരുത്. ജൂൺ 21-ാം തീയതിയാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഒരു കാരണവശാലും മറക്കാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് കസ്റ്റമർ റിലേഷൻസ് മാനേജർ 50 പേരെയാണ്. നല്ല വ്യക്തിത്വവും നല്ല സംസാര കഴിവും സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള 35 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികളാണ് ആവശ്യം. ഓക്കെ, അതായത് റീറ്റെയിൽ മേഖലയിലോ സെയിൽസ് മേഖലയിലോ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള 50 ഉദ്യോഗാർത്ഥികളാണ് അവർക്ക്. അവിടെ മെയിലെന്നോ ഫീമെയിലെന്നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ 2 കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്കും പങ്കെടുക്കാമെന്നുള്ളത് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും ഇൻ്റർവ്യൂ മിസ് ചെയ്യരുത്. അടുത്ത വേക്കൻസി വെയർഹൗസ് മാനേജറാണ്. 25 പേരെ ആവശ്യമാണ്. ഹോം അപ്ലയൻസ് രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന. അപ്പോൾ ഇവിടെ വന്നിട്ട് വെയർഹൗസ് മാനേജറാണ്. ഈ ഒരു മേഖലയിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും പങ്കെടുക്കാവുന്നതാണ്. 40 വയസ്സിൽ താഴെ, സാലറി 35,000. അടുത്ത വേക്കൻസി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ്. 10 വേക്കൻസി. ഈ വേക്കൻസിയും വളരെ അപൂർവമായിട്ടാണ് വരാറുള്ളത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ്. 10 വേക്കൻസിയാണുള്ളത്. ഹാർഡ്വെയർ, നെറ്റ്വർക്ക് എന്നീ മേഖലയിൽ പരിജ്ഞാനം. IT മേഖലയിൽ 5 വർഷത്തെ പരിചയമാണ് ആവശ്യപ്പെടുന്നത്. പ്രായം 40 വയസ്സിൽ താഴെ, സാലറി 35,000. മറ്റൊരു വേക്കൻസിയാണ് CCTV ടെക്നീഷ്യനാണ്. 10 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് CCTV മേഖലയിൽ അവർക്ക് ആവശ്യം. 40 വയസ്സിൽ താഴെ, 25,000 രൂപയാണ് സാലറി.
പിന്നീട് വന്നിരിക്കുന്ന വേക്കൻസിയാണ് കൊമേഴ്സ് എക്സിക്യൂട്ടീവാണ് 10 വേക്കൻസി. കൊമേഴ്സ് മേഖലയിൽ പരിജ്ഞാനവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായം 40 വയസ്സിൽ താഴെയും സാലറി 25,000 രൂപ വരെ സാലറിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊമേഴ്സ് മേഖലയിലൊക്കെ വേക്കൻസി ചോദിക്കുന്ന അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് കഴിഞ്ഞ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ പലരും കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സുവർണ്ണാവസരമാണ്. 10 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ഏത് ജില്ലയിലും ആവാം. അവർ ഇന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവരുടെ ഏത് ബ്രാഞ്ചിലും ആവാം. ചിലപ്പോൾ ട്രാവലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ്. തൃശ്ശൂർ ആഴ്ച ഒരു ദിവസം മാസത്തിലൊരിക്കലോ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. ഡിപ്പെൻഡ് ഓരോ ബ്രാഞ്ച് അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ഉദ്യോഗാർത്ഥിയായിരിക്കും പരിഗണന. എവിടേക്കാണ് അവരുടെ ബ്രാഞ്ച് എന്നുള്ളത് നമ്മൾ ഗൂഗിളിലോ മറ്റോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, മറ്റൊരു വേക്കൻസി വന്നിരിക്കുന്നത് ടെലികോളേഴ്സ് ആണ്. അത് സാധാരണ വരുന്ന വേക്കൻസികൾ തന്നെ 10 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഡിഗ്രിയാണ്, കുറഞ്ഞത് 2 വർഷമെങ്കിലും ടെലികോളിംഗ് മേഖലയിൽ പരിജ്ഞാനമുള്ള സ്ത്രീകൾക്കായിരിക്കും പരിഗണന കൂടുതലായിട്ടുണ്ടാവും. പക്ഷേ ജെൻസിനും പങ്കെടുക്കാവുന്നതാണ്. ടെലികോളിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആണെന്നോ പെണ്ണെന്നോ അവർ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പങ്കെടുക്കാം. 16,000 രൂപ വരെ സാലറി പറയുന്നുണ്ട്. 40 വയസ്സിൽ താഴെയാണ്. സാധാരണഗതിയിൽ 25 വയസ്സ് 30 വയസ്സിൽ താഴെയുള്ള ആളുകളെയാണ് ടെലികോളേഴ്സ് ആയിട്ട് എടുക്കുക. ഇവിടെ 40 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതാണ്. മറ്റൊരു വേക്കൻസി വെയർഹൗസ് അസിസ്റ്റൻ്റ് ആണ്. 25 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അതായത് വെയർഹൗസ് മേഖലയിൽ വർക്ക് ചെയ്ത പരിചയമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 25,000 രൂപ സാലറിയോട് കൂടി അവർക്ക് 25 പേരെയാണ് ഉദ്യോഗാർത്ഥികളാണ് ആവശ്യം. പ്രായം 35-ൽ താഴെ. അടുത്തൊരു വേക്കൻസിയാണ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്. 35 വേക്കൻസി. ആകർഷമായ വ്യക്തിത്വം, നല്ല വാക്ചര്യം. അപ്പോൾ ഇവിടെ നോക്കുക, എല്ലാ വേക്കൻസിയിലും അവർ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് പരിഗണന. എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഫസ്റ്റ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികളാണോ, നല്ല രീതിയിൽ വസ്ത്രധാരണത്തോടുകൂടി കാണാൻ നല്ല രീതിയിലാണോ അവർ ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നത്, അങ്ങനെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇവിടെയും സാലറി 25,000 രൂപ വരെ സാലറി പറയുന്നുണ്ട് അവർ. ഏതാണ്? കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആണ്. പ്രായം 35-ൽ താഴെ. പിന്നീട് വന്നിരിക്കുന്നതാണ് സെയിൽസ് എക്സിക്യൂട്ടീവ്. ഏറ്റവും കൂടുതൽ വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിലാണ്. 350 വേക്കൻസിയാണ്. സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി 350 വേക്കൻസി. ഇവിടെ നമുക്ക് ഫ്രഷേഴ്സിനുമായാലും പങ്കെടുക്കാം. പക്ഷേ ITI ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും മുൻഗണന. അതായത് ITI ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കാണ് മുൻഗണന അവർ പറയുന്നത്. അവിടെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പങ്കെടുക്കുക. ഈ ഒരു അവസരം എല്ലാവരും പരമാവധി അത് യൂസ് ചെയ്യുക. ശമ്പളം 35,000 രൂപ വരെ സാലറി പറയുന്നുണ്ട്. അത് ഫ്രഷേഴ്സിന് 35,000 കിട്ടണമെന്നില്ല. അവരെ സംബന്ധിച്ച് ഒരു 10,000 20,000 ആയിരിക്കും ഫ്രഷേഴ്സിന് സാലറി. പക്ഷേ ഒന്ന് നോക്കുക, ഇവിടെ 5 വർഷം എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു മാനേജർ പോസ്റ്റിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ടീം ലീഡർ പോസ്റ്റിലേക്ക് എത്തിയാൽ നിങ്ങളുടെ സാലറി 50,000 60,000 70,000 എത്താൻ ഇവിടെ സാധ്യതയുണ്ട്. ഒരു സെയിൽസ് എക്സിക്യൂട്ടീവാണ്, ആ പോസ്റ്റ് ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് കരുതി പോവാതിരിക്കരുത്. പരമാവധി സെയിൽസ് എക്സിക്യൂട്ടീവ് എങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ജോയിൻ ചെയ്യുക. ഒരു 5 വർഷം നിങ്ങളൊരു കമ്പനിയിൽ പിടിച്ചു നിന്നാൽ നിങ്ങളുടെ സാലറി നിങ്ങൾക്കും 1 ലക്ഷമോ 2 ലക്ഷമൊക്കെ മേടിക്കാൻ പറ്റുന്ന, അതിന് ഗൾഫിലും അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല. അവനവൻ്റെ നാട്ടിൽ തന്നെ നല്ല സാലറിയോടുകൂടി ജോലി ചെയ്യാൻ കിട്ടുന്നൊരവസരമാണ്. അപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് 350 പേരെയാണ് ആവശ്യം. ഓക്കെ, അതേപോലെ അടുത്തൊരു വേക്കൻസി പറഞ്ഞിരിക്കുന്നത് ഏതാണ്? AC ടെക്നീഷ്യനാണ്. 25 വേക്കൻസി ഉണ്ട്. ഡിപ്ലോമ ITI റെഫ്രിജറേഷൻ തുടങ്ങിയ മേഖലയിൽ പ്രവൃത്തി പരിചയം, അത് 1 വർഷമോ 2 വർഷമോ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളെയാണ്. പ്രായം 40-ൽ താഴെ 20,000 രൂപ വരെ സാലറി അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇലക്ട്രീഷ്യൻ 5 ഇലക്ട്രീഷ്യന്മാരെ ആവശ്യമാണ്. ഡിപ്ലോമ ITI 1-2 വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ജോലികളിൽ അറിവുള്ളവർക്കാണ് മുൻഗണന. അതായത് അവിടെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്, ഇപ്പോൾ TV കംപ്ലൈൻ്റ് ആയി, അല്ലെങ്കിൽ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയി, അല്ലെങ്കിൽ ലാപ്പ് കംപ്ലൈൻ്റ് ആയി, മൊബൈൽ കംപ്ലൈൻ്റ് ആയി, അപ്പോൾ ഇത് അറിയാൻ കഴിയുന്ന, അതായത് ഈ വർക്കുകൾ ചെയ്യാൻ കഴിയുന്ന ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ഇലക്ട്രീഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ബിൽഡിങ്ങുകളുടെ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ആയിരിക്കാം. ഓക്കെ, ഡ്രൈവർ 30 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. 4 വീലർ ലൈസൻസും പിന്നെന്താണ് നമ്മുടെ ബാഡ്ജ് ഉള്ളവർക്ക് മുൻഗണന പറയുന്നുണ്ട്. ബാഡ്ജ് ഇപ്പോൾ എല്ലായിടത്തും അത്ര കണ്ട് ചെക്കിങ് കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും അതുള്ളവർക്ക് മുൻഗണനയാണ്. 16,000 രൂപ വരെയാണ് സാലറി.
അതേപോലെ അടുത്തത് ഡിജിറ്റൽ ഡിവിഷനിലേക്കാണ് പറയുന്നത്. അതൊരു സെയിൽസ് മാനേജർ പോസ്റ്റിലേക്ക് 50 പേരെയാണ് ആവശ്യം. അതായത് MBA ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എനി ഡിഗ്രിയാണ്. ഡിജിറ്റൽ വിപണന രംഗത്ത്, റീറ്റെയിൽ രംഗത്ത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ആവശ്യം. ഓക്കെ, അതായത് ഒരു മാനേജർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് 5 വർഷമെങ്കിലും ഡിജിറ്റൽ മേഖലയിൽ മാനേജറായി വർക്ക് ചെയ്ത, ഡിജിറ്റൽ സെയിൽസ് മേഖലയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ മേഖലയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള 50 ഉദ്യോഗാർത്ഥികളാണ് ആവശ്യം. സാലറി 50,000 രൂപ വരെ സാലറിയും പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇവിടെ 50,000 രൂപ സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ലൊരു സ്ഥാപനമാണ്, കേരളത്തിലെ ഏറ്റവും നല്ലൊരു സ്ഥാപനങ്ങളിലൊന്നാണ് ഗോപു നന്ദലത്ത് ജിമാർട്ട്. നമ്മുടെ നാട്ടിൻ പുറത്തുകളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് 5-10 വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ സാലറി ഇൻക്രിമെൻറ്റ് വരണമെന്നില്ല. ഇതേപോലുള്ള എന്താ പറയുക, കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ സാലറി എന്തായാലും ഇൻക്രിമെൻ്റ് ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കമ്പനിയിൽ കൊടുക്കുന്ന സാലറി തന്നെ. സാധാരണ ഇതിൽ സാലറി ഇങ്ങനെ പബ്ലിക്കായിട്ടൊരു കമ്പനിയും പറയാറില്ല, പക്ഷേ ഇവർ ധൈര്യപൂർവ്വം ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മളിവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അടുത്തൊരു വേക്കൻസി മൊബൈൽ ഫോൺ സെയിൽസ് എക്സ്പേർട്ടാണ്. അതായത് ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 35 വയസ്സിൽ താഴെയാണ്. സാലറി 35,000 രൂപ വരെ സാലറി പറയുന്നുണ്ട്. അപ്പോൾ ഫ്രഷേഴ്സ് 35,000 രൂപ സാലറി കിട്ടണമെന്നില്ല. അവരുടെ സാലറി ഒരു 15,000-ഓ 12,000-ഓ 20,000 രൂപയായിരിക്കും അവരുടെ ബേസിക് സാലറി. വിത്ത് ഓരോ വർഷം ഇൻക്രിമെൻ്റാണ് നിങ്ങൾ ചെയ്യുന്ന സെയിൽസിനനുസരിച്ച് ഇൻസെൻറ്റീവ്. ചിലപ്പോൾ 35,000 പകരം 50,000 60,000 രൂപ വരെയൊക്കെ ഇൻസെൻറ്റീവ് ഏൺ ചെയ്യാനും പറ്റും. ഇവിടെ ബേസിക് സാലറി ഒരു എന്താ പറയുക, ഒരു ആവറേജ് സാലറിയാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്, 35,000 രൂപ വരെ. അടുത്തൊരു വേക്കൻസി ലാപ്ടോപ്പ് സ്പെഷ്യലിസ്റ്റാണ്. അക്ഷരമായ വ്യക്തിത്വവും നല്ല വാക്ചാതുര്യവും ഉണ്ടായിരിക്കണം. സമാന മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് മുൻഗണന എന്നേ പറഞ്ഞിട്ടുള്ളൂ, 5 വർഷം വേണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് സെയിൽസ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളൊക്കെയാണ് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെയുള്ള വേക്കൻസികളാണ്. അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും അവർക്ക് അത്യാവശ്യം ആളുകളെ ആവശ്യമാണ്. 1000-ൽ പരം ഉദ്യോഗാർത്ഥികളെയാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1000-ൽ പരം ഉദ്യോഗാർത്ഥികളാണ് അവർക്ക് ആവശ്യമുള്ളത്. ഇൻ്റർവ്യൂ ലൊക്കേഷൻ അവർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒന്നുകൂടി നോക്കാം. അതായത് ജൂൺ 21-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 3:30 വരെയാണ്. ഹോട്ടൽ ലൂസിയ പാലസ് ആണ്. തൃശ്ശൂരിലെ മാരാർ റൂട്ടിലാണ് ലൂസിയ പാലസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഇൻ്റർവ്യൂ നാളെ 21-ാം തീയതി. ഓക്കെ, അപ്പോൾ എല്ലാവരും നാളെ നടക്കുന്ന 21-ാം തീയതി നടക്കുന്ന ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. കാരണം ഇത്രയും നല്ലൊരു സുവർണ അവസരം, സാലറി ഉൾപ്പെടെ പബ്ലിക്കായിട്ട് അവർ അനൗൺസ് ചെയ്ത് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ജോലി ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു 1000 വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരു 5000 അല്ലെങ്കിൽ 10000 പേരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് 1000 പേരെ അവരെടുക്കുക. അപ്പോൾ 1000 വേക്കൻസി ഉണ്ട്, 1000 പേര് വന്നാൽ 1000 പേരെ എടുക്കില്ല. അത് എല്ലാ സ്ഥാപനവും അങ്ങനെ തന്നെയാണ്. അവർക്ക് അനുയോജ്യമായ കാൻഡിഡേറ്റിനെ മാത്രമേ അവരെടുക്കുകയുള്ളൂ. അതിനാൽ നമുക്കൊരു ദിവസം മെനക്കെട്ടാലും വണ്ടിക്കൂലി പോയാലും സാരമില്ല, എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സാലറി തന്നെയാണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗിക്കുക. ഇൻ്റർവ്യൂ ലൊക്കേഷനും അഡ്രസ്സും ഒന്നുകൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എവിടെയാണ് നടക്കുന്നത്? തൃശ്ശൂർ ജില്ലയിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് മാരാർ റൂട്ടിലുള്ള ലൂസിയ പാലസ്, ഹോട്ടൽ ലൂസിയ പാലസിൽ ജൂൺ 21-ാം തീയതി 2020 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 3 മണി വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. എല്ലാവരും പരമാവധി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.